ഹലോ ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ്. സുഖമല്ല എല്ലാവർക്കും? 2 ദിവസമായി നടക്കാൻ പോകുമ്പോൾ ഫോൺ എടുത്തില്ലായിരുന്നു കേട്ടോ. ഇന്ന് ഏതായാലും തുനിഞ്ഞെടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ വീഡിയോ എടുക്കാനൊരു മടിയായിപ്പോവും. തണുപ്പൊക്കെ നന്നായി കുറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം മെല്ലെ മെല്ലെ ചൂട് വരികയായിരിക്കും. അതുകൊണ്ട് തന്നെ പൂവിനൊക്കെ നല്ല ബ്യൂട്ടി ആയിട്ടുണ്ട്. അടിപൊളി ക്ലൈമറ്റ് ആയതുകൊണ്ട് വീടെത്തിയിട്ടാ. ഇനി പെട്ടെന്ന് തന്നെ എനിക്കിനി കുക്ക് ചെയ്തിട്ട് റെഡിയാക്കി വെക്കണം. ഫ്രിഡ്ജിലുള്ള മീനെടുത്ത് പുറത്ത് വെച്ച് പിന്നെ ഒരു കോളിഫ്ലവർ ഉണ്ടായിരുന്നു, അതൊന്ന് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ച്. വളരെ അടുത്താണ് ഞാൻ കോളിഫ്ലവർ ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ട് ചോറിൻ്റെ കൂടെ കൂട്ടുന്നത്. അടിപൊളി ടേസ്റ്റ് ആട്ടാ. ചായക്ക് ഇതാ സമൂസ ഫ്രൈ ആക്കുന്നുണ്ട്. നാട്ടിലുള്ള സ്പെഷ്യലാണേ. ചായയും ബ്രേക്ക്ഫാസ്റ്റും ചോറും എല്ലാം രാവിലെ തന്നെ സെറ്റാക്കി വെച്ചാൽ പിന്നെ നമുക്ക് ആ ഒരു ടെൻഷനില്ല. വൈകുന്നേരം ആയപ്പോൾ മനസ്സിലായി നാളെ നോമ്പാണെന്ന്. അപ്പോൾ നോമ്പിൻ്റെ കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ പോയിട്ടുണ്ടായിരുന്നു. കുറച്ച് പച്ചക്കറികളും ഫ്രൂട്ട്സും പിന്നെ ഈ റമളാനിന് ജ്യൂസ് അധികം വേണ്ട, ഫ്രൈ അധികം വേണ്ട എന്നുള്ള തീരുമാനിച്ചിട്ടുള്ളത്. റമളാനിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ഫുഡ് പ്രിപ്പറേഷൻ ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുന്ന പരിപാടി ഒന്നും ഉണ്ടായിട്ടില്ല. സീറോ എന്ന് വേണമെങ്കിൽ പറയാം. നല്ല തിരക്കാണ് എല്ലായിടത്തും. പിന്നെ എല്ലാ പ്രൊമോഷനും വന്നിട്ടുണ്ട്. ഇത് നമ്മളെ ഫേവറേറ്റ് ആട്ടാ. കൂട്ടിട്ടുണ്ടാവും, പിന്നെ എന്തായാലും ഒഴിവാക്കാൻ കഴിയില്ല. ഗ്രാൻഡ് ഹൈപ്പർ മാർക്കറ്റിലാട്ടാ വന്നത്. നല്ല ചമയിച്ച് വെച്ചിട്ടുണ്ട് റമളാൻ്റെ സ്പെഷ്യൽ. അത്യാവശ്യമൊക്കെ വാങ്ങിയിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നേരെ പോയത് ഡേ ടു ഡേ സെൻറ്ററിലേക്കാണ്. അവിടെ നിന്ന് 1-2 ഐറ്റം എടുക്കാനുണ്ടായിരുന്നു. വിശദമായിട്ട് അവിടെ ഒന്ന് കറങ്ങുകയാണെങ്കിൽ ഒന്നും ഒഴിവാക്കാൻ പറ്റിയ സാധനങ്ങളില്ല. അത്രയും നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിന് എല്ലാം ആവശ്യമുള്ളതായിരുന്നു. ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഇങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ജസ്റ്റ് നോക്കി എൻ്റെ അത്യാവശ്യം മാത്രം ഞാൻ നോട്ട് ചെയ്ത് വന്നിട്ടുള്ള സാധനങ്ങൾ മാത്രം വാങ്ങിച്ചിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. ഡെക്കോർ ഐറ്റംസ് എല്ലാം വാങ്ങുന്നവർക്ക് ഇത് കണ്ടില്ലേ, ഒരു ലോഡ് സാധനം തന്നെ ഉണ്ട്. കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി പെട്ടെന്ന് വീട് പിടിക്കേണ്ട തിരക്കിലായിരുന്നേ. ഷോപ്പിംഗ് കഴിഞ്ഞാൽ പിന്നെ ഫുഡ് അങ്ങനെയാണല്ലോ. അങ്ങനെ വക്ര സൂക്കിൽ പോയി അവിടെ നല്ലൊരു മട്ടൻ മന്തിയും വാങ്ങിച്ചിട്ട് നേരെ വീട്ടിലേക്ക് വിട്ട്. ഓഫ്, ഒരു രക്ഷയില്ല. മട്ടൻ ഇഷ്ടമുള്ളവരാണെങ്കിലും ഇത് മതി. എല്ലാം ഇങ്ങനെ ഊർന്ന് വരുന്നുണ്ടേ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും ടേക്ക് കെയർ, ബൈ.